നീലങ്കരയിലെ വീട്ടിലാണ്. ഇവിടെ ഈ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി, കുറച്ച് മാസങ്ങളെ അദ്ദേഹം ആരോഗ്യനിലയൊക്കെ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയായിരുന്നു. വാർദ്ധക്യ സഹജമായ സുഖത്തെ തുടർന്നൊക്കെ നിരവധി തവണ ആശുപത്രിയിൽ കഴിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പുലർച്ചെ 2 മണിയോട് കൂടിയാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരും അദ്ദേഹവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭാര്യയും മറ്റ് ബന്ധുക്കളും ഒക്കെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ തേനിയിലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനിയിപ്പോൾ അവർ തിരികെ എത്തിയതിനു ശേഷം മാത്രമേ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ടാവുകയുള്ളൂ. എപ്പോഴായിരിക്കും സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയും അതിനുശേഷം മാത്രമേ അറിയുകയുള്ളൂ. പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. നിരവധി, വളരെ വേഗത്തിൽ തന്നെ രാവിലെ പുലർച്ചെ മുതൽ തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് ഒഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്കും കാണാൻ സാധിച്ചത്. പ്രമുഖ നടന്മാരും നടിമാരും എല്ലാവരും തന്നെ രാവിലെ തന്നെ എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. അല്പസമയത്തിന് ശേഷം മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ രംഗത്തെ, സിനിമാ രംഗത്തെയൊക്കെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഈ നീലങ്കരയിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്കാരം സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊന്നും ഇതുവരെ എന്തായാലും ആയിട്ടില്ല. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ഒരു 4 പതിറ്റാണ്ട് നീണ്ട ഒരു സിനിമ സബര്യ, അത് കൈവച്ചതെല്ലാം, തൊട്ടതെല്ലാം പൊന്നാക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെ കൈവച്ച മേഖലയിലെല്ലാം തന്നെ, അത് സംവിധാനമാണെങ്കിലും തിരക്കഥയാണെങ്കിലും നിർമ്മാണമാണെങ്കിലും അഭിനയമാണെങ്കിലും ഒക്കെ എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ അദ്ദേഹം പതിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 1977 പുറത്തിറങ്ങിയ 16 വയതിനിലെ, അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ എന്ന് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.